ഓക്കെ, ശ്രീ രംഗനാഥൻ കൂടി നമ്മുടെ ചെല്ലുന്നുണ്ട്. ക്രിക്കറ്റ് BCCIയുടെ മാച്ച് റഫറി ശ്രീ രംഗനാഥൻ, ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ക്യാപ്റ്റൻസിയിലെ ചില കാര്യങ്ങൾ അത് ഒരുപക്ഷെ ബ്ലണ്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിൽ പോലും നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുണ്ട് നിലവിൽ. അതായത് ഈ 2027 ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റൻസി സംബന്ധിച്ച് എന്ത് വേണം എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. അവിടെയാണ് രോഹിത് ശർമ്മ തന്റെ കാലഘട്ടം ഇനിയും തുടരും എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന നൽകിക്കൊണ്ട് രണ്ടാമത്തെ ICC ട്രോഫി ഇപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക്, ക്രിക്കറ്റ് പ്രേമികൾക്ക് മുന്നിലേക്ക് രാജ്യത്തിന് നൽകുന്നത്. എന്തായിരിക്കും ഇനി BCCIക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി? കാരണം ഇത് സന്തോഷകരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. അല്ലേ, ഇത് ഇപ്പൊ ക്യാപ്റ്റൻസിയുടെ ഒരു കാര്യം തീർച്ചയായിട്ടും പല പിഴവുകളും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എടുത്ത നല്ല ശരിയായ തീരുമാനം, വരുൺ ചക്രവർത്തിനെ 4th ഓവർ 5th ഓവർ അദ്ദേഹത്തിന് കൊണ്ടിരുന്നു, ഒരു വിക്കറ്റ് നേടുന്നു. പിന്നീട് സ്പിന്നേഴ്സ് കുൽദീപ് യാദവ് ആയാലും ഇവരെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നു. അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ വില്യംസന്റെയും കൂടാതെ രവീന്ദ്രയുടെ വിക്കറ്റ് നേടുന്നു. കൂടാതെ ഒരു രീതിയിലും ബാറ്റർമാരെ സെറ്റിൽ ചെയ്യിക്കാൻ സമ്മതിക്കാതെ ന്യൂസിലാൻഡ് ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ബോളിംഗ് ചേഞ്ചസ് കൊണ്ടുവന്നതൊക്കെ ഏറ്റവും മികച്ചതാണ്. അപ്പൊ കൂടാതെ അദ്ദേഹത്തിന്റെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇത്ര മനോഹരമായിട്ട് ഈ ന്യൂസിലാൻഡ് ബോളേഴ്സിന് നേരിട്ട്, അതും ആ ഒരു തുടക്കം, ആ ഒരു 100 റൺസ് ഗില്ലുമായിട്ടുള്ള പാർട്ണർഷിപ്പ്. അപ്പൊ ഇത്ര സമ്മർദ്ദമില്ലാതെ ഒരു ബാറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഔട്ടാവുന്നത്. പക്ഷെ ഇത് ഏറ്റവും നല്ല രീതിയിലൊരു തുടക്കം നൽകി 251 എന്നുള്ള ചേസ് ഒരുപക്ഷെ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഇന്ത്യ നേടുമോ എന്നുള്ള രീതിയിലായിരുന്നു ആ രണ്ടുപേരുടെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പിന്നീട് താങ്കൾ ചോദിച്ച ഇനി ക്യാപ്റ്റൻസി, പക്ഷെ ഇതെല്ലാം 2 ICC ചാമ്പ്യൻഷിപ്പ് നേടിയ ക്യാപ്റ്റൻ. അപ്പൊ അത് കൂടാതെ തന്നെ ഇന്നിപ്പോ ജഡേജയുടെ കാര്യം, റിട്ടയർമെന്റിന്റെ ഒരു കാര്യം പറയുന്നു, രോഹിത് ശർമ്മയുടെ കാര്യം പറയുന്നു, വിരാട് കോഹ്ലിയുടെ, ഇവർക്കൊക്കെ ഒരു റീപ്ലേസ്മെന്റ് ഇനി കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ബെഞ്ചിലുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാണ് വരാൻ പോകുന്നത്? അവർക്കെല്ലാം ഇതുപോലെയുള്ളൊരു ലോങ് കരിയറിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ഇതിന് പകരക്കാരെ ഇനി കണ്ടെത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. ഇപ്പൊ ഒരു ഫാസ്റ്റ് ബോളറിനെ തന്നെ എനിക്ക് തോന്നുന്നു ന്യൂസ് 18 നമ്മൾ ഈ ICC ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്തതാണ്, ഒരു 3rd ടീമർ ഇല്ലാതെ ഒരു ഇന്ത്യൻ ടീം കളിക്കുമോ? പക്ഷെ ഷമ്മി എന്നുള്ള ബൗളറിനെ കുറിച്ച് നമ്മൾ പരിക്കിൽ നിന്ന് വന്നു. പക്ഷെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തുടർച്ചയായിട്ട് എല്ലാ മത്സരങ്ങളും അദ്ദേഹം പന്തെറിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് ഒരു 2nd സീമറായിട്ടാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പൊ 2 മത്സരങ്ങൾ കളിച്ചത്. അപ്പൊ പിന്നീട് കളിച്ച 4 സ്പിന്നേഴ്സ്, എല്ലാ സാഹചര്യങ്ങളും 4 സ്പിന്നേഴ്സിന് അനുകൂലമാവണമെന്നില്ല. ഇനിയുള്ള ഇന്ത്യ ഇപ്പൊ ഇംഗ്ലണ്ടിൽ കളിക്കുകയാണെങ്കിലും വേറുള്ള രാജ്യങ്ങളിലൊക്കെ കളിക്കുമ്പോൾ. പക്ഷെ ഇതെല്ലാം ഒരു ടീം മാനേജ്മെന്റ് എടുക്കുന്ന ഒരു തീരുമാനമാണ്. BCCI എനിക്ക് തോന്നുന്നു ഭാവിയിൽ എങ്ങനെയാണ് പുതിയ താരങ്ങളെ വാർത്തെടുക്കുക. പക്ഷെ ഇതുപോലെയുള്ള ഒരു റീപ്ലേസ്മെന്റ് വരണമെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റൈറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും നമുക്ക് ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഇപ്പോഴേ ക്യാപ്റ്റൻസിയെ പറ്റി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും അവിടെ രോഹിത് ശർമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ക്യാപ്റ്റൻസി ചർച്ചകൾക്ക് ഒരുപക്ഷെ അദ്ദേഹം വിരാമം ഇടുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് അതിന് ചോദിച്ചത്. വളരെ നന്ദി ശ്രീ രംഗനാഥൻ പ്രതികരിച്ചത്.